നമസ്കാരം സുഹൃത്തുക്കളെ, ധർമ്മസ്ഥലയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരുപാട് പേർ ആഗ്രഹിച്ച് കമൻറ്റ് ചെയ്തിരുന്നു. ആയതിനാൽ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുരൂഹതകളുടെയും പുതിയ സംഭവങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ധർമ്മസ്ഥലയിൽ സ്ത്രീകൾ മാത്രമല്ല കാണാതാകുന്നതും കൊല്ലപ്പെടുന്നതും, ഒട്ടനവധി പുരുഷന്മാരും കൊല്ലപ്പെടുന്നുണ്ട്. ഇങ്ങനെ പുരുഷന്മാരുടെ കൊലപാതകങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരം കൊലപാതകങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് വസ്തുപരമായ തർക്കങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വസ്തു തർക്കങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ഹെഗ്ഡെ ഫാമിലിയുമായി ബന്ധപ്പെട്ടാണ്. റോഡ് സൈഡുകളിലോ അല്ലെങ്കിൽ വാല്യുബിളായിട്ടുള്ള പ്രദേശങ്ങളിൽ മറ്റാരുടെയെങ്കിലും പക്കൽ ഭൂവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഏത് വിധേനയും സ്വന്തമാക്കുക എന്നത് ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ഒരു അജണ്ടയാണ്. ഏറ്റവും കുറഞ്ഞ ചീപ്പ് വിലയ്ക്ക് വസ്തു വിൽക്കാൻ ഉടമകളെ നിർബന്ധിപ്പിക്കും. എന്നാൽ വസ്തു ഉടമ വസ്തു കൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ ആ ഉടമയെ തന്നെ ഇല്ലാണ്ടാക്കുകയും ഉദ്യോഗസ്ഥ സ്വാധീനത്താൽ വ്യാജരേഖകൾ തയ്യാറാക്കി ആ ഭൂസ്വത്തുക്കളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതുമാണ് ഹെഗ്ഡെ കുടുംബത്തിൻ്റെ രീതി. ആ ധർമ്മസ്ഥല എന്ന പ്രദേശത്തിലെ ഭൂരിഭാഗം ഭൂപ്രദേശങ്ങളും ഹെഗ്ഡെ കുടുംബത്തിൻ്റെയും ബിനാമികളുടെയും കീഴിലാണ്. ആ ധർമ്മസ്ഥല ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉടമസ്ഥാവകാശവും അതിൻ്റെ പരിപാലനവുമെല്ലാം ഇതേ ഹെഗ്ഡെ കുടുംബത്തിൻ്റെ കീഴിലാണ്. തുളു ജൈനബണ്ട് വിഭാഗത്തിൽപ്പെട്ട പ്രഗഡെ രാജവംശത്തിൽപ്പെട്ട കുടുംബമാണ് ഈ ഹെഗ്ഡെ കുടുംബം. ആ കുടുംബത്തിലെ 21ാം തലമുറയിൽപ്പെട്ട വീരേന്ദ്ര ഹെഗ്ഡെ തൻ്റെ 19ാമത്തെ വയസ്സ് മുതൽ പാരമ്പര്യ തുടർച്ചയായി ധർമ്മസ്ഥല ക്ഷേത്ര അധികാരവും ഭരണവും കൈകാര്യം ചെയ്യുന്നു. വളരെയധികം സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് വീരേന്ദ്ര ഹെഗ്ഡ. 2022 മുതൽ പാർലമെൻറ്റ് അംഗം കൂടിയാണ് അദ്ദേഹം. ഇത്തരം വലിയ രാഷ്ട്രീയ ബന്ധങ്ങളും സ്വാധീനങ്ങളുമുള്ള ഹെഗ്ഡെ കുടുംബത്തിന് ഏത് നിയമങ്ങളും തങ്ങളുടെ പരിധിയിലാക്കാൻ കഴിയുമെന്നതിനൊരു ഉദാഹരണമാണ് ധർമ്മസ്ഥലയ്ക്കെതിരെ ഉയർന്നു വന്ന മിസ്സിംഗ് കേസുകൾ, കൊലപാതകങ്ങൾ, ബോഡികൾ മറവ് ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ട 8800-ലധികം വാർത്തകൾ തടയണമെന്നും അത് ന്യൂസ് ചാനലുകളുടെ വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഹെഗ്ഡെ കുടുംബത്തിലെ ഒരു ബന്ധുവിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഹർജി കോടതി അനുവദിച്ചത്. മാത്രവുമല്ല 362ഓളം ന്യൂസ് ചാനലുകൾക്കും പത്രമാധ്യമങ്ങൾക്കും ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തേക്ക് വിലക്കും ഏർപ്പെടുത്തി. ഹെഗ്ഡെ കുടുംബത്തിനെതിരെയും വീരേന്ദ്ര ഹെഗ്ഡയ്ക്കെതിരെയും ഇപ്പോൾ മാത്രമല്ല ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. ധർമ്മസ്ഥലയിലെ ഓരോ തരി മണ്ണിനും അറിയാം ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ചതിയുടെയും വഞ്ചനയുടെയും കൊലപാതകത്തിൻ്റെയും കഥകൾ. 1986 ഒരു സംഭവമുണ്ടായി. അന്നത്തെ ധർമ്മസ്ഥല ബെൽത്തങ്ങാടി താലൂക്കിലെ ഒരു ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തകനായിരുന്നു MK ദേവാനന്ദ്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. 10-80 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നും കർണാടകയിലെ ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയവരായിരുന്നു. MK ദേവാനന്ദ് അവിടുത്തെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്നവനും അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളുടെ കുടിയിറക്കലിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്കും അവകാശങ്ങൾക്കുമായി പ്രവർത്തിച്ചു വന്നിരുന്നൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു MK ദേവാനന്ദ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. ധർമ്മസ്ഥല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുള്ളിക്കാർ എന്ന 7ാം വാർഡിൽ മത്സരിക്കുന്നതിനായി അദ്ദേഹം നാമനിർദ്ദേശ പട്ടിക സമർപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് മെമ്പറായാൽ അത് തങ്ങൾക്ക് ഒരു തലവേദനയാകുമെന്ന് ഹെഗ്ഡെ കുടുംബത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ MK ദേവാനന്ദിനെതിരെ മത്സരിക്കാൻ ഹെഗ്ഡെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ നോമിനേഷൻ സമർപ്പിച്ച് മത്സര രംഗത്ത് വന്നു. എന്നാൽ ജനപിന്തുണ MK ദേവാനന്ദിന് അനുകൂലമായിരുന്നതിനാൽ MK ദേവാനന്ദ് എന്ന കമ്മ്യൂണിസ്റ്റുകാരന് മുന്നിൽ രാജവംശ പാരമ്പര്യമുള്ള താൻ തോറ്റുപോകുമോ എന്ന ചിന്ത ആ ഹെഗ്ഡെ കുടുംബാംഗത്തെ ഭയപ്പെടുത്തി. MK ദേവാനന്ദ് എന്ന കമ്മ്യൂണിസ്റ്റ് കാൻഡിഡേറ്റിനെതിരെ ധർമ്മസ്ഥല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി നോമിനേഷൻ പിൻവലിക്കാൻ ഹെഗ്ഡെ കുടുംബത്തിൽ നിന്ന് നിരവധി ഭീഷണി പ്രവാഹങ്ങളുണ്ടായി. എന്നാൽ അത് വെറുമൊരു ഭീഷണി മാത്രമായിരുന്നില്ല. ശ്രീ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SDM കോളേജിൽ പഠിക്കുകയായിരുന്ന MK ദേവാനന്ദൻ്റെ മകളായ 17 വയസ്സുകാരിയായിരുന്ന പത്മലത 1986 ഡിസംബർ 22-ന് കോളേജിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ കാണാതാകുന്നു. ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ആ മിസ്സിംഗ് കേസ് പരാതിപ്പെട്ടുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം തൻ്റെ മകളെ അന്വേഷിച്ച് നാടാകെ അലഞ്ഞു. മകളുടെ ഫോട്ടോ കാണിച്ച് കാണുന്ന എല്ലാവരോടും ചോദിച്ചു തൻ്റെ മകളെ കണ്ടവരുണ്ടോ എന്ന്. എവിടെ നിന്നും ഉത്തരം ലഭിച്ചില്ല. എന്നാൽ 58 ദിവസങ്ങൾക്ക് ശേഷം 1987 ഫെബ്രുവരി 17-ന്
കാടിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു അരുവിയിൽ നിന്ന് കാലുകളും കൈകളും കെട്ടിയ നിലയിൽ പത്മലതയുടെ അസ്ഥിക്കൂടം കണ്ടെത്തുന്നു. അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചായിരുന്നു അടയാളമായി ലഭിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തിൽ അന്ന് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ പറഞ്ഞു, ഈ കൊലയ്ക്ക് പിന്നിൽ ഹെഗ്ഡെ കുടുംബം തന്നെയാണെന്ന്. എന്നാൽ പോലീസുകാർ യാതൊരു അന്വേഷണത്തിനും മുതിരാതെ ആ മിസ്സിംഗ് കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ഹെഗ്ഡെ കുടുംബത്തിനെതിരെ ഉയർന്ന വളരെ വിവാദപരമായ മിസ്സിംഗ് കേസാണ് 2003 അനന്യ ഭട്ട് മിസ്സിംഗ് കേസ്. 2003 മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ട് സുഹൃത്തുക്കളോടൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തെത്തിയിരുന്നു. എന്നാൽ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് വെച്ച് അനന്യ ഭട്ടിനെ കാണാതാകുന്നു. കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അവിടെ ആകമാനം അനന്യ ഭട്ടിനെ അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ സഹപാഠിയായ രശ്മി അനന്യ ഭട്ടിൻ്റെ അമ്മയായ സുജാതയെ വിളിച്ച് അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ വച്ച് കാണാതായ വിവരം അറിയിക്കുന്നു. ആ സമയത്ത് അമ്മ സുജാത കൊൽക്കത്തയിൽ CBI ഓഫീസിൽ സ്റ്റെനോഗ്രാഫായി ജോലി ചെയ്യുകയായിരുന്നു. തൻ്റെ മകളെ കാണാതായെന്ന് കേട്ട ഉടനെ തന്നെ കൊൽക്കത്തയിൽ നിന്നും യാത്ര തിരിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ സുജാത തൻ്റെ മകളെ തിരക്കി ധർമ്മസ്ഥലയിലെത്തി. തൻ്റെ മകൾ അനന്യയുടെ ഫോട്ടോ കാണിച്ച് ആ ക്ഷേത്ര പരിസരത്താകമാനം ആ അമ്മ തിരഞ്ഞു നടന്നു. ഒടുവിൽ ഈ ഫോട്ടോയിൽ കാണുന്ന അനന്യയോട് സാമ്യമുള്ള ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടതായി ക്ഷേത്ര പരിസരത്തുള്ള നാട്ടുകാർ തന്നോട് പറഞ്ഞതായി സുജാത ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ ശ്രമിച്ചപ്പോൾ പരാതികൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ ആ അമ്മയെ പോലീസുകാർ ആട്ടിപ്പയക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും സുജാത തൻ്റെ മകൾ അനന്യ ഭട്ടിനെ അന്വേഷിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെത്തുകയും ധർമ്മസ്ഥല ഭരണാധികാരികളായ വീരേന്ദ്ര ഹെഗ്ഡെയും ഹർഷേന്ദ്രകുമാർ ഹെഗ്ഡെയും സമീപിച്ച് തങ്ങളുടെ മകൾ അനന്യ ഭട്ട് ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് കാണാതായി എന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ ക്ഷേത്രത്തിൽ തങ്ങൾ ഓരോരുത്തരെയും നോക്കിയിരിക്കലല്ല തങ്ങളുടെ ജോലിയെന്ന് പരിഹസിച്ച് ഇറക്കിവിട്ടു. എന്നാൽ രാത്രി ഏറെ വൈകിയും സുജാത ആ ക്ഷേത്ര പരിസരം വിട്ടുപോകാൻ തയ്യാറായില്ല. തൻ്റെ മകളുടെ ഓർമ്മയാൽ ആ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച 4 പുരുഷന്മാർ ആ അമ്മയുടെ അരികിലേക്ക് എത്തുകയും നിങ്ങളുടെ മകളെക്കുറിച്ച് ഞങ്ങൾ വിവരങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് ആ അമ്മയെ അവർ ക്ഷേത്രത്തിനുള്ളിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടവിടെ ഒരു കസാരയിലിരുത്തി. തുടർന്ന് ഭീഷണിപ്പെടുത്തി, നിങ്ങളുടെ മകളുടെ കാര്യം ഇവിടെ വച്ച് മറന്നു പൊയ്ക്കോളൂ. തങ്ങളുടെ മകൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ വച്ച് കാണാതായി എന്ന് ആരോടും പറഞ്ഞു നടക്കരുത്, അത് പാപമാണ്. അമ്പലത്തിന് മുന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ധർമ്മസ്ഥല വിട്ട് പൊയ്ക്കൊള്ളണം. എന്നാൽ തൻ്റെ മകളെ കണ്ടെത്താതെ താൻ പോകില്ല എന്ന് കരഞ്ഞി ബഹളം വച്ചപ്പോൾ ആ അമ്പലത്തിലെ ഉയർന്ന മേലധികാരികളിൽ ഒരാൾ ആ അമ്മയുടെ വാ തുണി കൊണ്ട് മൂടിക്കെട്ടുകയും കൈകൾ പുറകിലേക്ക് കൂട്ടിക്കെട്ടിയ ശേഷം ചെകിട്ടത്തടിച്ച് മർദ്ദിക്കുകയും കൂട്ടത്തിൽ ഒരാൾ ഇരുമ്പ് ദണ്ടുകൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു. അതുവരെ മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. മരിച്ചു എന്ന് കരുതി ഏതെങ്കിലും ആളൊഴിഞ്ഞ പ്രദേശത്ത് ഉപേക്ഷിച്ചതാകാം. ഏതെങ്കിലും വഴിയാത്രക്കാർ ജീവനുണ്ടെന്ന് കരുതി ആശുപത്രിയിലാക്കിയതാകാം. കോമയിലായിരുന്ന സുജാത 90 ദിവസങ്ങൾക്ക് ശേഷമാണ് കോമയിൽ നിന്നും ഉണരുന്നത്. അപ്പോഴവർ ബാംഗ്ലൂരിലെ വിൽസൺ ഗാർഡൻ അഗടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിരുന്നു. ധർമ്മസ്ഥലയിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ അകലെയുള്ള ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ എത്തിയെന്നൊന്നും അവർക്കറിയത്തില്ല. ഒരുപക്ഷെ പ്രാദേശിക ഹോസ്പിറ്റലിൽ നിന്ന് കോമയിലായിരുന്ന സുജാതയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആ ഹോസ്പിറ്റൽ അധികൃതർ ബാംഗ്ലൂരിലേക്ക് മാറ്റിയതാകാം. എന്തായാലും ആ ക്ഷേത്ര മേലധികാരികളുടെ ആക്രമണത്തിൻ്റെ ഫലമായി അവരുടെ തലയിൽ 8 സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ഈ ദുരനുഭവം നേരിടേണ്ടി വന്ന സുജാത ഭട്ട് എന്ന ആ അമ്മയ്ക്ക് തൻ്റെ മകൾ അനന്യ ഭട്ടിൻ്റെ തിരോധാനത്തിനു പിന്നിൽ ധർമ്മസ്ഥലയിലെ അധികൃതർ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അവർക്ക് ആരുടെ ഭാഗത്തു നിന്നും യാതൊരു നിയമസഹായവും ലഭിച്ചില്ല. കാരണം പ്രതി ഉന്നതരും ശക്തരുമാണ്. വർഷങ്ങൾ ധാരാളം കടന്നുപോയി. തൻ്റെ മകളുടെ ഓർമ്മകളിൽ ആ അമ്മ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഒടുവിൽ 22 വർഷങ്ങൾക്ക് ശേഷം 2025 ജൂലൈ 3 ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ഭീമയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. ധർമ്മസ്ഥലയിലെ അധികൃതർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന 100 കണക്കിന് മൃതദേഹങ്ങൾ തന്നെ കൊണ്ടാണ് മറവ് ചെയ്യിച്ചിരുന്നത് എന്നായിരുന്നു അത്. ഈ വാർത്ത കേട്ട സുജാത 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ധർമ്മസ്ഥലയിലേക്കെത്തി. ഉയർന്ന പോലീസ് അധികാരികൾക്ക് 2003 കാണാതായ തൻ്റെ മകൾ അനന്യ ഭട്ടിനെക്കുറിച്ചും
തുടർന്ന് ക്ഷേത്ര അധികാരികൾ തന്നോട് ചെയ്ത ക്രൂരതകൾ വിശദമായി പരാതിയിലെഴുതി തൻ്റെ മകൾ അനന്യ ഭട്ടിൻ്റെ അസ്ഥിയെങ്കിലും DNA ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ച് നൽകണമെന്നും തങ്ങളുടെ ബ്രാഹ്മണമത വിശ്വാസപ്രകാരം അനന്യ ഭട്ടിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ തനിക്ക് അവസരമൊരുക്കണമെന്നായിരുന്നു അനന്യ ഭട്ടിൻ്റെ അമ്മയായ സുജാത ഭട്ടിൻ്റെ ആവശ്യം. ധർമ്മസ്ഥലയിലെ ദുരൂഹമായ തിരോധാനങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയായി ധർമ്മസ്ഥല എന്ന പ്രദേശം മാറിക്കഴിഞ്ഞിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഹെഗ്ഡെ കുടുംബമാണെന്ന് ഓരോ പുൽനാമ്പിനും അറിയാവുന്നതാണ്. 2003 മുതൽ 2013 വരെയുള്ള 10 വർഷ കാലയളവിൽ മാത്രം 462 അസ്വാഭാവിക മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് നിന്ന് പെൺകുട്ടികളും യുവതികളുമടക്കം 367ലധികം സ്ത്രീകൾ കാണാതായിട്ടുണ്ട്. ഇവരിൽ എല്ലാവരും പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ തന്നെക്കൊണ്ട് മറവ് ചെയ്യിച്ചവയിൽ ഭൂരിഭാഗവും 15നും 25നും ഇടയിലുള്ള യുവതികളായിരുന്നു. അവരുടെ ശരീരത്തിൽ മൃഗീയമായ ബലാത്സംഗത്തിന് ഇരയാക്കിയതിൻ്റെ പാടുകളും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തീർത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഈ ധർമ്മസ്ഥല ക്ഷേത്രവും പരിസരത്തിനും ആരാണ് കാവലൊരുക്കുന്നത്? അതിനുത്തരം വളരെ ലളിതമായി പറഞ്ഞാൽ ഹെഗ്ഡെ കുടുംബത്തിൻ്റെ മല്ലന്മാർ തന്നെയാണ്. ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാതാകുന്ന പെൺകുട്ടികളുടെ പിന്നിലും ഇവരുടെ കൈകൾ തന്നെയാകാം. മാത്രവുമല്ല, ധർമ്മശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന കുടിയൊഴിപ്പിക്കൽ, ഭൂമി കയ്യേറ്റം, എതിർക്കുന്നവരെയും സാക്ഷി പറയുന്നവരുടെയും കൊലപ്പെടുത്തലുകൾ, കാടുകളിലും നേത്രാവതി നദികളിലും പ്രത്യക്ഷപ്പെടുന്ന മൃതശരീരങ്ങൾ, ഇവയ്ക്കെല്ലാം പിന്നിൽ ഇതേ മല്ലന്മാരും ആ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകി അവരെ സംരക്ഷിക്കുന്നത് ഹെഗ്ഡെ കുടുംബവും തന്നെയാണ്. പണവും അധികാരവും ഒരാളിൽ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ അധർമ്മം പെരുകും. കർണാടകയിലെ പുണ്യ നഗരമായി അറിയപ്പെട്ടിരുന്ന ധർമ്മശാലയുടെ പേര് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കാണാതാകലും കൊലപാതകവും നിറഞ്ഞ അലങ്ങിത്തിരിഞ്ഞ പ്രേതാത്മാക്കളുടെ നിഗൂഢമായ അധർമ്മ സ്ഥലമായിട്ടാണ്. പുതിയ വെളിപ്പെടുത്തലുകളുടെയും ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും പശ്ചാത്തലത്തിൽ അന്വേഷണത്തിനായി കർണാടക സർക്കാർ SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ധർമ്മശാലയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന ദുരൂഹ മരണങ്ങളും തിരോധാനങ്ങളും അന്വേഷിക്കുകയാണ് SITയുടെ പ്രധാന ദൗത്യം. നിരവധി കേസുകൾ അന്വേഷിച്ച് തെളിയിച്ച എക്സ്പീരിയൻസ് ഉള്ള ഉയർന്ന റാങ്കിൽപ്പെട്ട 20ഓളം അന്വേഷണ ഉദ്യോഗസ്ഥരാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. മണ്ണിനടിയിൽ മൃതശരീരങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ഥലം പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. IPS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വൻ സുരക്ഷയോടെയാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയായ ഭീമയുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ അദ്ദേഹത്തിൻ്റെ മൊഴികൾ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുന്നുമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്ന് ഭീഷണികൾ ഉള്ളതുകൊണ്ട് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ ഭീഷണിക്ക് വൻ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അതീവ സുരക്ഷയുള്ള മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വച്ചാണ് ഭീഷ്മയിൽ നിന്ന് മൊഴികൾ ശേഖരിക്കുന്നത്. മൃതശരീരങ്ങൾ കുഴിച്ചിട്ട പ്രദേശങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുക്കാൻ തയ്യാറാണെന്ന് ഭീഷ്മ മൊഴിയിൽ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാര്യഗൗരവത്തോടെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ബെൽത്തങ്ങാടിയിലും ധർമ്മസ്ഥല പ്രദേശങ്ങളിലും പോലീസിനെ വിന്യസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണത്തിൽ ഇരകൾക്ക് നീതി കിട്ടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മറ്റൊരു വലിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.